Hey guys, welcome back to my YouTube channel. അപ്പം ഇത് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് വ്ളോഗ്സ് ആണ്. എനിക്ക് എൻ്റെ ഒരു ട്രൈപോഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, എൻ്റെ യൂട്യൂബ് ജേർണി. ഓക്കെ, സോ നമ്മൾ ആരാണെങ്കിലും ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ പറയുന്നത് ഒരു ട്രൈപോഡ് വിൽ ബി ടു ഹെൽപ്ഫുൾ. ഓക്കെ, ഇത് ശരിക്കും ഞാനൊരു 2 to 3 months ആയി വാങ്ങിയിട്ട്. ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. വീഡിയോസ് എടുക്കുന്നതിൽ മാത്രമല്ല, ബട്ട് ഫോട്ടോസ് എടുക്കുന്നതിലും നമുക്ക് വേറെ ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുമ്പോഴും 101% ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു ഇമേജസിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇത് സ്ട്രെച്ചബിൾ ആണെന്നും ഫോൺ എങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമെന്നും അങ്ങനെയൊക്കെ. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്. ഓക്കെ, ഇപ്പം ഈ ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത്. അപ്പം ഇത് നമുക്ക് ക്യാരി ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ബാഗിൽ വെച്ചിട്ട് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. ടൈഗോട്ട് സെൽഫി സ്നാപ്പ് എക്സ്റ്റെൻഡഡ് TSS9 എന്നാണ് ഈ ഒരു ട്രൈപോഡിൻ്റെ നെയിം. സെൽഫി സ്നാപ്പ് എക്സ്റ്റെൻഡ് TSS9 എന്നാണ് ഈ ഒരു ട്രൈപോഡിൻ്റെ നെയിം വരുന്നത്. ക്യാപ്ചർ ദി മൊമെൻറ്റ്, എക്സ്റ്റെൻഡ് യുവർ റീച്ച്. അപ്പം ഈ ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത്. അപ്പം നമുക്കിത് ക്യാരി ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇതിൻ്റെ കവറിൽ തന്നെ ഹൗ ടു യൂസ് അങ്ങനെ കുറേ ഫീച്ചേഴ്സും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആസ് എ റിമോട്ട് നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ആൻഡ് വയർലെസ് സ്ട്രെച്ചബിൾ ട്രൈപോഡാണ്. നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാം, ഇത് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഇതിൻ്റെ റിമോട്ട് കൺട്രോളിനെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായത്. So this is Tygott Selfie Snap Extend TSS9 tripod. അപ്പം ഇതാണ് നമ്മൾ കവറിന്ന് പുറത്തെടുത്തിട്ടുള്ള ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. എൻ്റെ ഒരു ഫിംഗേഴ്സ് 2 പ്രാവശ്യം വെക്കുന്ന ആ ഒരു ലെങ്ത്താണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് ബാഗിലൊക്കെ ഇത് ക്യാരി ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇങ്ങനെയൊരു ലെങ്ത്ത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ഭയങ്കര ചെറുതാണല്ലോ എന്ന്. ഇത് കുറച്ച് വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാകും ഇത് എത്രത്തോളം വലുതാണെന്നും ഇത് എത്രത്തോളം യൂസ്ഫുള്ളായിരിക്കുമെന്നും. പിന്നെ ഇത് നേരത്തെ കാണിച്ചിട്ടില്ലേ, ആ ഒരു കവറിൻ്റെ മേലെ കണ്ട ആ ഒരു റിമോട്ട് കൺട്രോളാണിത്. അപ്പം ഇത് ബാറ്ററി ത്രൂ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് നമുക്കിവിടെ നോർമലി ഫിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബാറ്ററി ഇതാ ഇവിടെ ബാക്കിലാണ് വരുന്നത്. ഇത് നോർമൽ സ്മോൾ റൗണ്ട് ബാറ്ററിയാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ബ്ലൂടൂത്ത് ത്രൂ ഫോണിൽ കണക്ട് ചെയ്യാം. ഇത് iOS ആൻഡ് ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ ഫോൺ സ്റ്റിക്ക് ചെയ്യുന്ന സംഭവം. ഇതിപ്പം 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു കുളത്ത് പോലെയുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഫോൺ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന യൂട്യൂബിൽ ഹെൽപ്ഫുൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് കമ്മിങ് ഫോർവേഡ്. സോ ഇതിങ്ങനെയാണ്, നമുക്കിത് സ്ട്രെച്ചബിളാണ്. നമുക്ക് ഏത് സൈസുള്ള ഫോൺ വേണമെങ്കിലും നമുക്കിത് സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാനൊരു ഫോൺ ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് എൻ്റെ ഒരു ഫോൺ പ്ലേസ് ചെയ്തതാണ്. അപ്പം ഇത് ഇങ്ങനെയായിരിക്കും ഫോൺ പ്ലേസ് ചെയ്താൽ ഉണ്ടാകുക. നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മാക്സിമം ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു നോർമൽ ഹൈറ്റുള്ള ഒരു പേഴ്സൻ്റെ അത്ര വരെ ഇത് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്.
ആൻഡ് ഇതാണ് ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പം എവിടെയെങ്കിലും സ്റ്റാൻഡ് ബൈ അങ്ങനെ നിൽക്കണമെങ്കിൽ ഇത് നമ്മൾ അവിടെ നിന്ന് താഴെ നിന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് കണ്ടോളൂ നിങ്ങൾ. ആൻഡ് ഈ മേലത്തെ ഫോൺ വെച്ച സംഭവം നമുക്ക് ഏത് സൈഡ് ഏത് ഡയറക്ഷൻസ് വേണമെങ്കിലും നമ്മൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് വീണ്ടും നമ്മുടെ പഴയ രീതിയിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ബാറ്ററി സംഭവം റിമോട്ട് കൺട്രോൾ ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. നമുക്ക് ഫോണിൽ കണക്ട് ചെയ്താൽ നമുക്ക് അത് ത്രൂ നമ്മൾക്ക് ഫോണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഓൺ ചെയ്യണമെങ്കിലും ഓഫ് ചെയ്യണമെങ്കിലും അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു നോർമൽ ഇത്രയൊരു ലെങ്ത്ത് ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇതിൻ്റെ വെയ്റ്റും നോർമൽ ലൈറ്റ് വെയ്റ്റാണ് വരുന്നത്. അപ്പം ഇത് നമുക്ക് ഈവൻ കയ്യിലും കൊണ്ടുപോകാം, ബാഗിലും നമ്മുടെ ഹാൻഡ് ബാഗ്സിലും ഒക്കെ നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. എൻ്റെ ആവശ്യം ഉള്ളപ്പോൾ മാത്രം നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കത് എക്സ്റ്റെൻഡും ചെയ്ത് വെക്കാം. പിന്നെ ഏത് ഫോൺ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഡു സബ്സ്ക്രൈബ് ഗൈസ് മൈ ചാനൽ. അപ്പം ഗോയിങ് ഫോർവേഡ് ഞാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യും. ലെറ്റ്സ് ഗ്രോ ടുഗെദർ. അപ്പം ഇതിൻ്റെ കവർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഹൗ ടു യൂസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് വരുന്നതും ഞാൻ വാങ്ങുമ്പോൾ 400 സംതിങ് ആയിരുന്നു. 450 to 500 ആ ഒരു റേഞ്ചിലായിരുന്നു വരുന്നത്. ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. 523 അങ്ങനെയാണ് ഇപ്പോഴത്തെ ആമസോൺ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് ടൈഗോഡ് സെൽഫി സ്നാപ്പ് എക്സ്റ്റെൻഡ് TSS9 ട്രൈപോഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഡു സബ്സ്ക്രൈബ് എവ്രി വൺ ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ്.